ഹലോ ഗേസ്, ഇന്ന് ഞങ്ങൾ എടക്കര വരെ ഒന്ന് പോവാണ്. ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. പോവാൻ ഇറങ്ങിയ സമയത്താണെങ്കിലോ ഏകദേശം ഒരു മഴ വരുന്ന കാലാവസ്ഥയായിരുന്നു. പിന്നെ കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ ഇതാ തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ആശ്വാസം. പിന്നെ ഞങ്ങൾ പെട്രോളൊക്കെ അടിച്ച് നേരെ എടക്കരയ്ക്ക് വിട്ടു. ഋതു പിന്നെ ഫ്രണ്ടിൽ ഇരുന്ന കണ്ണാടി കൂടെ എന്നെ നോക്കി ചിരിക്കുകയാണോ എൻ്റെ മെയിൻ പരിപാടി. അങ്ങനെ നമ്മൾ എടക്കരയിൽ എത്തിയിട്ടോ. നേരെ വിട്ടത് സുധിയേട്ടനെ ചെരുപ്പ് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. സുധീറിനെ അവിടെ ചെരുപ്പ് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ ഋതുവിൻ്റെ പരിപാടി ഇതാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ നോക്കി വന്നപ്പോഴാണ് നമ്മളെ ഋതുവിനൊക്കെ പറ്റി ചെറിയ ചെറിയ ഷൂസ് കണ്ടത്. അപ്പോൾ സുധിയേട്ടൻ വന്നു പറഞ്ഞു ഋതുവിന് ഒരു ഷൂസ് വാങ്ങാന്ന്. പിന്നെ സുധിയേട്ടനും ഒരു ചെരുപ്പ് എടുത്തു. എനിക്ക് മാത്രം വാങ്ങി തന്നില്ല കേട്ടോ ഗസ്, പിന്നെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്തത് പോയത് സുധിയേട്ടൻ 2 ഷർട്ടും ഒരു പാൻറ്റും നോക്കാനായിരുന്നു. അങ്ങനെ സുധിയേട്ടൻ അവിടെ ഷർട്ട് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഋതു അവിടെ എന്തൊക്കെയോ നുള്ളി പറക്കുന്നുണ്ട്. അങ്ങനെ അപ്രതീക്ഷിതമായി നമ്മൾ രേണുകേനെയും ജിത്തേട്ടനെയും കണ്ടുമുട്ടി കേസ്. രേണുകയാണെങ്കിൽ പുതിയ ഫോൺ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ്. ഒരിടയ്ക്കിടയ്ക്ക് ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അങ്ങനെ ഓരോ പർച്ചേസിങ് കഴിഞ്ഞ് ഒരു നേരെ വന്നത് ഞങ്ങളടുത്തേക്കാണ്. അങ്ങനെ അവിടുത്തെ പർച്ചേസിങ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ബ്രോസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. രേണുകയ്ക്ക് ഫോൺ വാങ്ങിയതിൻ്റെ ചിലവാണ് കേട്ടോ ബ്രോസ്റ്റ്. ഓരെ കണ്ട് നന്നായി. ഇവർ പിന്നെ വിട്ട് പോയാലും ഫുൾ അലമ്പാണ്. ഇപ്പോൾ കച്ചറ ഉണ്ടാക്കുന്നത് സോസിന് വേണ്ടിയിട്ടാണ്. കുറേ നേരം കാത്തുനിന്ന് അവസാനം സോസ് വന്നു, ബ്രോസ്റ്റും വന്നു. അങ്ങനെ അതൊക്കെ ഗാലിയാക്കി ഇനി നേരെ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങിനാണ്. പക്ഷെ പോണ വഴിക്ക് എനിക്ക് പോത്തലിൽ കയറിയിട്ട് കുറച്ച് സാധനം കൂടി വാങ്ങാനുണ്ട്. അങ്ങനെ പോത്തലെത്തിയപ്പോൾ തന്നെ സമയം 8:30 ആവാനായിട്ടുണ്ടായിരുന്നു. പിന്നെ പലാസയും ടീഷർട്ടും പിന്നെ കുറച്ച് തുണി മുറിച്ച് വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.